1985 ഡിസംബർ 3 ഭോപ്പാലിലുണ്ടായ ഒരു വലിയ അത്യാഹിതം നിങ്ങളിൽ ചിലർ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും. ഭോപ്പാൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു യൂണിയൻ കാർബൈഡ് കമ്പനി. അതിനടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അനേകം സ്ഥാപനങ്ങൾ ചുറ്റുമുണ്ടായിരുന്നു. കമ്പനിയിലെ മീഥേൽ ഐസോ സൈനൈഡ് എന്ന വാതകം നിറച്ചിരുന്ന ടാങ്ക് ലീക്കായി തീർന്നു. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പരിസരങ്ങളിലേക്ക് ആ വാതകം വ്യാപിച്ചു. അനേകർ മരിച്ചു. വായുവിലെ ഓക്സിജനിൽ വിഷവാതകം വ്യാപിച്ചതുകൊണ്ട് വീർപ്പുമുട്ടി മരിച്ചു. അനേകർക്ക് കണ്ണു കാണാൻ സാധിക്കാതെ വന്നു. രക്ഷപ്പെടാൻ ഓടിയവർ മരിച്ചു വീണു. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത സ്റ്റേഷനുകളിലെ ട്രെയിനുകൾ നിർത്തിയിടുന്നതിന് വേണ്ടി സമയം കാത്ത് ജീവൻ നഷ്ടപ്പെടുത്തി. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കവേ നാവ് നിശബ്ദമായി. കമ്പനിയുടെ അടുത്തുള്ള ഡക്ലസ് മിഷൻ്റെ ക്രിസ്തീയ അനാഥാലയത്തിലേക്ക് 1/2 ഫർലോങ് മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. 25 അനാഥ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചുമതല സാമുവൽ എന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബം അവിടെ താമസിച്ചിരുന്ന സാമുവലിനും കുടുംബത്തിനും ഒരു അപകടവും എന്നില്ല. ആ ഭാഗത്തേക്ക് വിഷവാതകം പോയില്ല, കാറ്റങ്ങോട്ട് ചലിച്ചില്ല. ദൈവം അത്ഭുതകരമായി അത് രക്ഷിച്ചു. തിരുവചനം പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. നമുക്കും മരണത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവം നാമം മഹത്വപ്പെടട്ടെ.